ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് മെട്രിക്സ് എന്താണ് മെട്രിക്സ് എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മെട്രിക്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ. അപ്പോൾ എന്താണ് നിങ്ങൾ അതിൻ്റെ നോട്ട് നിങ്ങൾ എഴുതി കാണും, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പറ്റിയിട്ട് നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? മെട്രിക്സ് ഈസ് എ റെക്റ്റാങ്കുലർ ഏരിയ ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ ടു റോസ് ആൻഡ് കോളംസ്. നമ്മൾക്കറിയാം അതിൽ നമ്പേഴ്സ് അറേഞ്ച് ചെയ്യുന്നത്, കോളം റോസിൻ്റെ ബേസിൽ നമ്പേഴ്സ് അറേഞ്ച് ചെയ്യുന്നത്, അതുപോലെ തന്നെ മെട്രിക്സിൻ്റെ ഓർഡർ എങ്ങനെയായിരിക്കും, m/n. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ് ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സിൽ ഫസ്റ്റത്തെ മെട്രിക്സ് ആണ് പറയുന്നത് റെക്റ്റാങ്കുലർ മെട്രിക്സ് ആൻഡ് സ്ക്വയർ മെട്രിക്സ്. എന്താണ് റെക്റ്റാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ആ ഒരു മെട്രിക്സിൻ്റെ മോഡൽ. ഫസ്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ മെട്രിക്സ് ആണ്. എന്താണ് ആ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? എ മെട്രിക്സ് എ ഈസ് സാഡ് ടു ബി റെക്റ്റാങ്കുലർ ഇഫ് ദ നമ്പേഴ്സ് ഓഫ് റോസ് ഓഫ് എ നോട്ട് ഈക്വൽ ദ നമ്പേഴ്സ് ഓഫ് കോളം ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് റെക്റ്റാങ്കുലർ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഈക്വൽ ആണോ? മെട്രിക്സിൻ്റെ ഓർഡർ ഈക്വൽ ആണോ? റോസ് ആൻഡ് കോളംസ് ഈക്വൽ ആണോ? അല്ല. മെട്രിക്സിൻ്റെ ഓർഡർ നോട്ട് ഈക്വൽ ആണ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റത്തെ മെട്രിക്സിൻ്റെ ഓർഡർ എങ്ങനെയാണ് വരുന്നത്? 2/4 മെട്രിക്സാണ് വരുന്നത്. അപ്പോൾ കോളംസ് ആൻഡ് റോസ് എന്തല്ല? ഈക്വൽ അല്ല. അപ്പോൾ കോളംസ് ആൻഡ് റോസ് ഈക്വൽ അല്ലാത്ത മെട്രിക്സിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? റെക്റ്റാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നു. അപ്പോൾ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ മെട്രിക്സിന് ഒരു എക്സാമ്പിളാണ് 2/4 മെട്രിക്സ്, അത് റീഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് സ്ക്വയർ മെട്രിക്സ്. എന്താണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്ക്വയർ മെട്രിക്സിന് എന്താ പ്രത്യേകത? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് റോസ് ആൻഡ് കോളംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ m/n എന്ന് പറയുന്നത് മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? n/n. അതായത് എന്തായിരിക്കും? കോളംസും റോസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ആ സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്? 3/3 മെട്രിക്സ് ആണ്. അതുകൊണ്ട് അതെന്താണ്? സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ റെക്റ്റാങ്കുലർ മെട്രിക്സിൽ എന്തായിരിക്കില്ല? കോളംസും റോസും ഈക്വൽ ആയിരിക്കില്ല. അതേസമയം നമ്മുടെ സ്ക്വയർ മെട്രിക്സിൽ എന്തായിരിക്കും? കോളംസ് മെട്രിക്സ് അറേഞ്ച് ചെയ്യുമ്പോൾ മെട്രിക്സിൻ്റെ ഓർഡറിൽ എന്തായിരിക്കും? കോളംസ് ആൻഡ് റോസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് റെക്റ്റാങ്കുലർ മെട്രിക്സ് ആൻഡ് സ്ക്വയർ മെട്രിക്സ്. ഇനി നമുക്കറിയാം, അപ്പോൾ ഈക്വൽ ആയിരിക്കുമ്പോൾ സ്ക്വയർ മെട്രിക്സ് ഈക്വൽ ആയിരിക്കുമ്പോൾ ഒരു നോട്ട് അവിടെ നോക്കുക. എന്താണ്? ദ ഓർഡർ ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഈസ് ഓൾവേസ് ഇൻ ദി ഫോം ഓഫ് n/n. മനസ്സിലായില്ലേ? ഈക്വൽ ആണ് എപ്പോഴും സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഒരു സ്ക്വയർ മെട്രിക്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ പ്രത്യേകത? അവിടെ കാണിച്ചിട്ടുള്ള നോട്ട് 2 എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ എന്താണ് പറയുന്നത്? ഇഫ് എ ഇസ് ഈക്വൽ ടു എന്താ നമ്മൾ പറയുന്നത്? നമ്മൾ A11 A12 എന്ന് പറയുന്ന, അതായത് ഓരോ റോസും കോളംസും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് അവിടെ കാണിക്കുന്നത്. ഇപ്പോൾ അതിലവിടെ പറയുന്നുണ്ട്, നമ്മൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്, ദാറ്റ് എലമെൻറ്റ് ഓഫ് എ മെട്രിക്സ് വിച്ച് ലൈസ് ഇൻ ദി ഐ റോ ആൻഡ് ജെ കോളം. ആ ലെറ്റേഴ്സ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സ്മോൾ ലെറ്റർ I എന്ന് പറയുന്നത് റോയാണ്, സ്മോൾ ലെറ്റർ J എന്ന് പറയുന്നത് കോളം എന്നാണ്. അപ്പോൾ നമ്മളത് എങ്ങനെ എഴുതുക? ഒരു ബ്രാക്കറ്റിൽ നമ്മൾ IJ ഇട്ടിട്ടാണ് നമ്മൾ എഴുതുക. എലമെൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് അവിടെ കാണിക്കുന്നത്. അതായത് A11 A12 എന്ന് പറയുന്നില്ലേ, അതേപോലെ തന്നെ നമ്മൾ എലമെൻസിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഈ IJ എന്ന് പറയുന്ന ലെറ്റേഴ്സ് കൊണ്ട്. മനസ്സിലായാൽ? കോളംസും റോസും ആണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് റോയിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കോളത്തിൽ അല്ലെങ്കിൽ സെക്കൻഡ് റോയിൽ അല്ലെങ്കിൽ സെക്കൻഡ് കോളത്തിൽ, അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മെട്രിക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. A11 A12 A13 നമ്മൾ പറഞ്ഞിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിൽ എന്തുണ്ടായിരിക്കും? ഒരു പ്രിൻസിപ്പൽ ഡയഗണൽ ഉണ്ടായിരിക്കും. എന്താണ് പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത്? അതായത് അവിടെ നോക്കുക, ആ നോട്ട് പറയുന്നത് എത്രയാണ്? ഇസ് എ സ്ക്വയർ മെട്രിക്സ് ദെൻ ദ ഡയഗണൽ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ A11 A12 A13 ഈസ് കോൾഡ് ദി പ്രിൻസിപ്പൽ ഡയഗണൽ ഓർ ലീഡിങ് ഡയഗണൽ ഓഫ് എ എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ ആ എക്സാമ്പിൾ നോക്കുക, പ്രിൻസിപ്പൽ ഡയഗണൽ മെട്രിക്സിൻ്റെ എക്സാമ്പിൾ നോക്കുക. ദ പ്രിൻസിപ്പൽ ഡയഗണൽ ഓഫ് എ ഈസ് ഈക്വൽ ടു,
എന്നിട്ട് നമുക്ക് അവിടെ തന്നിരിക്കുന്ന ഒരു മെട്രിക്സ് എങ്ങനെയാണ് മെട്രിക്സിൻ്റെ ഓർഡർ എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്? ഓർഡർ ഈക്വൽ ആണോ മെട്രിക്സിൻ്റെ? റോസ് ആൻഡ് കോളംസ് ഈക്വൽ ആണോ? അതെ, റോസ് ആൻഡ് കോളംസ് എന്താണ്? ഈക്വൽ ആണ് അല്ലേ? 4 റോസും വരുന്നുണ്ട്, 4 കോളംസും വരുന്നുണ്ട്. അപ്പോൾ 4/4 മെട്രിക്സ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഒന്നുകൂടിയും പറയാം. എക്സാമ്പിളിൽ കാണിച്ചിരിക്കുന്നത് പ്രിൻസിപ്പൽ ഡയഗണൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ആ ഒരു എക്സാമ്പിൾ പറയുന്നത്. അതായത് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്? റോസ് ആൻഡ് കോളംസ് ഈക്വൽ ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു മെട്രിക്സ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. റോസും കോളംസും അവിടെ എന്താണ്? ഈക്വൽ ആണ്. ഈക്വൽ ആയിട്ടുള്ള ഒരു മെട്രിക്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഇനി ആ മെട്രിക്സ് നോക്കുക. ആ മെട്രിക്സിൽ ഒരു റെഡ് കളർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വാല്യൂസ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും 4, 0, 2, 5 എന്ന് പറയുന്നത്. ആ ഒരു ഏരിയയാണ് പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് എങ്ങനെയാണ് ആ ഏരിയ നമ്മൾ പറയുന്നത്? ഫസ്റ്റത്തെ 4 എന്ന് പറയുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് A11 ആണ് അല്ലേ? ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? A12, A13, A14. ഇനി സെക്കൻഡ് ലൈനിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അത് പറയുന്നത്? ഡിനോട്ട് ചെയ്യുന്നത് A11, A12, A13. അതായത് നമുക്ക് ആ ഒരു ഡയഗണലായിട്ട് കാണുന്നതായിട്ടുള്ള 4, 0, 2, 5 എന്ന് പറയുന്നത്. ഇനി നോക്കുക, ദ പ്രിൻസിപ്പൽ ഡയഗണൽ ഓഫ് A is equal to is the diagonal constituted by 4, 0, 2 and 5. ആ ഫിഗേഴ്സ് നിങ്ങൾ കാണുന്നില്ലേ? അതാണ് പ്രിൻസിപ്പൽ ഡയഗണൽ. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നതാണ് ആ എക്സാമ്പിളിൽ നിങ്ങൾക്ക് കാണുന്നത്. സ്ക്വയർ മെട്രിക്സിൻ്റെ അതായത് ഓർഡർ ഈക്വൽ ആയിട്ട് റോസും കോളംസും ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണലാണ് നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണിക്കുന്നത്. ഇനി ആ നോട്ട് നോക്കൂ. ദ സം ഓഫ് ഓൾ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഈസ് കോൾഡ് ദി ട്രേസ് ഓഫ് എ ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ TR. മനസ്സിലായോ? അപ്പോൾ ഒരു പ്രിൻസിപ്പൽ ഡയഗണൽ ഒരു സ്ക്വയർ മെട്രിക്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ക്വയർ മെട്രിക്സിന് എന്തുണ്ട്? ഒരു പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ആ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ ടോട്ടലി സം ആണെന്ന് പറയുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ട്രേസ് ഓഫ് എ എന്നാണ് പറയുക. അതെങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? സ്മോൾ ലെറ്റർ TR എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ട്രേസ് എ എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നതിൽ നിങ്ങൾ നോക്കൂ, എങ്ങനെയാണ് അവിടുത്തെ പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത് എന്താണ്? എലമെൻറ്റുകൾ എന്ന് പറയുന്നത് എന്താണ്? 4, 0, 2, 5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? A is equal to ട്രേസ് A is equal to. മനസ്സിലായോ? അവിടെ എഴുതിയത് കാണുന്നില്ലേ? ഇൻ എക്സാമ്പിൾ ട്രേസ് A is equal to 4 + 0 + 2 + 5 is equal to 11. അതാണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ സം ഓഫ് ഓൾ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. സ്ക്വയർ മെട്രിക്സിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ ടോട്ടലാണ് അവിടെ പറയുന്നത് 4, 0, 2, 5 എന്നുള്ള എമൗണ്ട്. അതിനെ പറയുന്ന അതെങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് അല്ലെങ്കിൽ എന്തെന്നാ അതിനെ നമ്മൾ പറയുന്നത്? ട്രേസ് എ എന്നാണ് പറയുന്നത്. സ്മോൾ ലെറ്റർ TR A. മനസ്സിലായില്ലേ? അപ്പോൾ ട്രേസ് A is equal to 4, 0, 2, 5. അപ്പോൾ എത്ര നമുക്ക് കിട്ടി? 11 കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇല്ലേ? ഇനി അപ്പോൾ നമ്മൾ റെക്റ്റാങ്കുലർ മെട്രിക്സും പഠിച്ചു, സ്ക്വയർ മെട്രിക്സും പഠിച്ചു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? റെക്റ്റാങ്കുലർ മെട്രിക്സ് എന്തായിരിക്കില്ല? ഈക്വൽ ആയിരിക്കില്ല. ഓർഡർ എന്താവില്ല? ഈക്വൽ ആവില്ല. അതേസമയം സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി നെക്സ്റ്റ് പറയുന്ന മെട്രിക്സ് ആണ് ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നുണ്ട്. ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ മെട്രിക്സ് ഈസ് സാഡ് ടു ബി ട്രയാങ്കുലർ ഇഫ് ഇറ്റ് ഈസ് ഐദർ അപ്പർ ട്രയാങ്കുലർ ഓർ ലോവർ ട്രയാങ്കുലർ. അപ്പോൾ നമുക്കറിയാം ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്വയർ മെട്രിക്സ് എന്താണെന്നുള്ളത് നമുക്കറിയാം. എന്താണ് സ്ക്വയർ മെട്രിക്സ്? എന്തായിരിക്കും? റോസ് ആൻഡ് കോളംസ് എന്താണ്? ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ ഒരു ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. പക്ഷേ അതിലെന്തുണ്ട്? 2 തരത്തിലുള്ള ട്രയാങ്കുലർ മെട്രിക്സ് ഉണ്ടായിരിക്കും. ഒന്ന് ഏതാണ്? അപ്പർ ട്രയാങ്കുലറും രണ്ടാമത്തത് ലോവർ ട്രയാങ്കുലർ മെട്രിക്സും. മനസ്സിലായില്ലേ? അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്താണ്. ഇറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ഇറ്റ്സ് എലമെൻറ്റ്സ് ബിലോ ദി പ്രിൻസിപ്പൽ ഡയഗണൽ ആർ 0 അല്ലേ? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതിലെ ഓൾ
എലമെൻറ്റ്സ് ബിലോ ദി പ്രിൻസിപ്പൽ ഡയഗണൽ ആർ സീറോ. അപ്പം നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്? നമ്മൾ നേരത്തെ നോട്ടിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ ഏത് ഭാഗമാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഒരു ഓർഡറിൽ ഞാൻ പറയാം. ഒരു സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നതിനെ എന്തായിരിക്കും? ഈക്വൽ ആണ്. അതായത് അതിൻ്റെ റോസ് ആൻഡ് കോളംസ് ഈക്വൽ ആണ്. അത് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? കോളംസും റോസും ഈക്വൽ ആണെങ്കിൽ അതെന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇനി ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നതായിട്ടുള്ള ഭാഗം നമ്മൾ ഏതാണെന്ന് കണ്ടുപിടിച്ചു ഇല്ലേ? ഇനി പ്രിൻസിപ്പൽ ഡയഗണലായിട്ട് കണ്ടുപിടിക്കുന്നതിൻ്റെ ടോട്ടൽ സമ്മിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ട്രേസ് എന്ന് പറയുന്നു. ആ മെട്രിക്സിൻ്റെ ട്രേസ് എന്ന് പറയുന്നു നമ്മൾ. ഇനി ട്രയാങ്കുലർ മെട്രിക്സിൽ നമുക്കറിയാം ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതിലെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഓൾ എലമെൻറ്റ്സ് ബിലോ ദ പ്രിൻസിപ്പൽ ഡയഗണൽ ആർ സീറോ. അപ്പോൾ നമുക്ക് സ്ക്വയർ മെട്രിക്സിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം ഇല്ലേ? അതിൻ്റെ ബിലോ സീറോ വരികയാണെങ്കിൽ ഓൾ എലമെൻറ്റ്സും എന്ത് വരിക? സീറോ വരികയാണെങ്കിൽ അതെന്താണ്? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. അവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് 4 6 0 4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഫിഗർ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടായിരിക്കും ആ ഫിഗറിൻ്റെ നേരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ലൈന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് പ്രിൻസിപ്പൽ ഡയഗണൽ ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിളിൽ നോക്കുക. 4 6 0 4 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ് അവിടെ തന്നിരിക്കുന്നത്. ഇനി അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ ഏത് എമൗണ്ടാണ്? ബിലോ വരുന്നതായിട്ടുള്ള എലമെൻറ്റ്സ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ ഇവിടെ പറയുന്ന പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത് ഏതാണ്? 4 4 ആണ്. അതിൻ്റെ ബിലോ വരുന്ന എലമെൻറ്റ് എന്താണ്? സീറോയാണോ? സീറോയാണ് അല്ലേ? അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. റോസ് ആൻഡ് കോളംസ് ഈക്വൽ ആണ്. 2 by 2 മെട്രിക്സ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പോൾ അപ്പർ ട്രയാങ്കുലർ എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് മനസ്സിലായി. എന്താണ്? പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ ബിലോ വരുന്ന എലമെൻറ്റ്സ് സീറോ ആയിരിക്കുക. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ലോവർ ട്രയാങ്കുലർ മെട്രിക്സിൽ വരുന്നത്. ഇറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ഇറ്റ്സ് എലമെൻറ്റ്സ് എബവ് ദി പ്രിൻസിപ്പൽ ഡയഗണൽ ആർ സീറോ. മനസ്സിലായില്ലേ? അപ്പോൾ അപ്പർ എന്ന് പറയുമ്പോൾ ബിലോ സീറോ ആയിരിക്കും. പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ ബിലോ സീറോ ആയിരിക്കും. ലോവർ ട്രയാങ്കുലർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ എബവ് സീറോ ആണെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് പറയുന്നു? ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ. ആ മെട്രിക്സിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ. എങ്ങനെയാണ് അവിടെ എലമെൻറ്റ് കാണിച്ചിരിക്കുന്നത്? 1 0 0 2 -1 0 0 1 10 അല്ലേ? ഇതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 1 -1 ആൻഡ് 10. ഇനി അതിൻ്റെ എബവ് എലമെൻറ്റ്സ് ആർ സീറോ. എബവ് എലമെൻറ്റ്സ് സീറോയാണോ? പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ എബവ് എലമെൻറ്റ്സ് സീറോയാണോ? അതെ. മുകളിൽ കാണുന്ന പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ മുകളിൽ കാണുന്ന എലമെൻറ്റ്സ് എന്താണ്? 3ഉം എന്താണ്? സീറോയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മെട്രിക്സ് ആണ് ഇതെന്ന് പറയുന്നത് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 3 റോസും 3 കോളംസ് ആണ്. അപ്പോൾ 3 by 3 മെട്രിക്സ് ആണ്. വ്യക്തമായല്ലോ? അപ്പോൾ സ്ക്വയർ മെട്രിക്സ് തന്നെയായിരിക്കും ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. എന്താണ് വ്യത്യാസം? അതിൽ 2 തരത്തിലുള്ളതുണ്ടായിരിക്കും ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പർ ട്രയാങ്കുലർ ആൻഡ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പർ ട്രയാങ്കുലറിൽ എന്തായിരിക്കും? പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ ബിലോ സീറോ വരുന്നത് അപ്പർ ട്രയാങ്കുലറും പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ എബവ് സീറോ വരുന്നത് എന്തായിരിക്കും? ലോവർ ട്രയാങ്കുലർ മെട്രിക്സും ആയിരിക്കും. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് പറയുന്നത് എന്ത്? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നുണ്ട്. ഡയഗണൽ മെട്രിക്സ് എന്നാണ്? ഇറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ്. അപ്പോൾ ഇതും എന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതായത് റോസ് ആൻഡ് കോളംസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുതന്നെയാണ് ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ ഇറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ഇറ്റ്സ് എലമെൻറ്റ്സ് ബിലോ ആൻഡ് എബവ് ദ പ്രിൻസിപ്പൽ ഡയഗണൽ ആർ സീറോ. അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം എന്താ? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സ് തന്നെയാണ്. ഇനി അതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ എബവും ബിലോയും വരുന്നതായിട്ടുള്ള എലമെൻറ്റ്സ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കൂ. 4 മെട്രിക്സ് കാണിച്ചിട്ട് നമുക്ക് പറയുന്നുണ്ട് എന്താണ്? 4 0 0 0 5 0 0 0 6. ഇതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത് എന്താണ്? 4 5 6.
നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും, ആ ഫിഗർ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത് ഏതാണ്? 4, 5, 6 ആണ്. അതിൻ്റെ എബവും ബിലോവും, പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ എബവും ബിലോയും വരുന്ന എലമെൻറ്റ്സ് എന്താണ്? 0 ആണെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നു. മെട്രിക്സ് എന്തായിരിക്കും? സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? 3/3 മെട്രിക്സ് ആണ്. റോസ് ആൻഡ് കോളംസ് 3 ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ അവിടെ കാണിച്ചിട്ടുണ്ട് ഇല്ലേ? എന്താണ് എക്സാമ്പിൾ ഓർഡർ എങ്ങനെയാണ് വരുന്നത്? മെട്രിക്സിൻ്റെ ഓർഡർ എങ്ങനെയാണ് വരുന്നത്? 4/4 മെട്രിക്സ് ആണ് അവിടെ പറയുന്നത്. 4/4 മെട്രിക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്? ഏതാണ് അതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത്? 6, 6, 5, 4. അതാണ് എന്തെന്ന് പറയുന്നത്? അതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത് 6, 6, 5, 4 ആണ് അതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത്. ഇനി പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ എബവും 0 വരുന്നത്, ബിലോയും 0 വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മെട്രിക്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എ ഡയഗണൽ മെട്രിക്സ് ഈസ് എ ബോത്ത് ലോവർ ട്രയാങ്കുലർ ആൻഡ് അപ്പർ ട്രയാങ്കുലർ. നമുക്ക് പറഞ്ഞുകൂടെ ഒരു ഡയഗണൽ മെട്രിക്സ് ലോവർ ട്രയാങ്കുലറും അപ്പർ ട്രയാങ്കുലർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും, തീർച്ചയായിട്ടും പറയാം. കാരണം എന്തുകൊണ്ടാണ്? ലോവർ ട്രയാങ്കുലർ ആണ് വെച്ചെങ്കിൽ എന്തായിരിക്കും? എബവ്, പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ എബവ് 0 വരികയാണ് വെച്ചെങ്കിൽ അതെന്താണ്? ഒരു ലോവർ ട്രയാങ്കുലർ ആണ്. ഇനി പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ ബിലോ 0 വരികയാണ് വെച്ചെങ്കിൽ അതെന്താണ്? അപ്പർ ട്രയാങ്കുലർ ആണ്. അപ്പോൾ ഒരു ഡയഗണൽ മെട്രിക്സിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ എബവും ബിലോയും 0 വരുമ്പോൾ അതെന്താണ്? അതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് അല്ലെങ്കിൽ അതൊരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും. അതാണ് അവിടെ നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് പറയുന്നത് സ്കേലാർ മെട്രിക്സ്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ഇറ്റ്സ് എലമെൻറ്റ്സ് ഓൺ ദ പ്രിൻസിപ്പൽ ഡയഗണൽ ആർ ഈക്വൽ ടു എ ഫിക്സഡ് നോൺ സീറോ നമ്പർ ആൻഡ് ഓൾ അതർ എലമെൻറ്റ്സ് ആർ 0. അപ്പോൾ ഇവിടെ എന്താ പറയുന്ന പ്രത്യേകത എന്ന് പറയുന്നത്? അതായത് സ്കേലാർ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സ് തന്നെയാണ്. പക്ഷെ എന്താണ് അതിൻ്റെ പ്രത്യേകത? അതായത് പ്രിൻസിപ്പൽ ഡയഗണൽ ആർ ഈക്വൽ. അപ്പോൾ പ്രിൻസിപ്പൽ ഡയഗണൽ ആർ ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻ്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? ഇനി അതിൻ്റെ ഈക്വൽ മാത്രമല്ല, അതിൻ്റെ എന്തായിരിക്കും? എബവ് വരുന്നതും ബിലോ വരുന്ന എലമെൻസും എന്തായിരിക്കാം? 0 ആയിരിക്കാം. അതാണ് അവിടെ പറയുന്നത്. ഇറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ഇറ്റ്സ് എലമെൻറ്റ്സ് ഓൺ ദി പ്രിൻസിപ്പൽ ഡയഗണൽ ആർ ഈക്വൽ ടു എ ഫിക്സഡ് നോൺ സീറോ നമ്പർ ആൻഡ് ഓൾ അതർ എലമെൻറ്റ്സ് ആർ 0. മനസ്സിലായില്ലേ? അതെന്തായിരിക്കും? എപ്പോഴും എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. പ്രിൻസിപ്പൽ ഡയഗണൽ ഈക്വൽ ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും കാണിക്കുക. അതിൻ്റെ ബാക്കിയുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അത്തരത്തിലുള്ള മെട്രിക്സ് ആണെന്ന് പറയുന്നത് സ്കേലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കൂ. 2/2 മെട്രിക്സ് 2/2 മെട്രിക്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മെട്രിക്സിൻ്റെ എക്സാമ്പിളിൽ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 2/2 ആണ് അല്ലേ? 4, 0, 0, 4. അതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്ന എലമെൻറ്റ്സ് എന്താണ്? ഈക്വൽ ആണ്, ഫിക്സഡ് ആണ്, 4, 4 അല്ലേ? ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം എന്താണ്? 0 ആണ്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നത് നോക്കൂ. നെക്സ്റ്റത്തെ മെട്രിക്സിൻ്റെ ഓർഡർ എത്രയാണ് വരുന്നത്? 3/3. അതായത് കോളംസും 3 ആണ്, റോസും 3 ആണ് വരുന്നത് അല്ലേ? 2, 0, 0, 0, 2, 0, 0, 0, 2 അല്ലേ? അപ്പോൾ റോസും കോളംസും 3 ആണ് വരുന്നത്. മെട്രിക്സിൻ്റെ ഓർഡർ 3/3 ആണ് വരുന്നത്. ഇനി അതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്താണ്? ഫിക്സഡ് ആണ് അല്ലേ? ഈക്വൽ ആണ്, 2, 2, 2 അല്ലേ? പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണ്. ഇനി ബാക്കി വരുന്നതായിട്ടുള്ള അതർ എലമെൻറ്റ്സ് എന്താണ്? 0 ആണ്. എബവ് വരുന്നതും ബിലോ വരുന്നതും 0 ആണ്. പക്ഷേ നമ്മുടെ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഏത് മെട്രിക്സ് പ്രകാരം? സ്കേലാർ മെട്രിക്സ് പ്രകാരം. ഇനി അതിൽ തന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് എ സ്കേലാർ മെട്രിക്സ് ഓഫ് നമ്മൾ പറഞ്ഞു സ്കേലാർ മെട്രിക്സിന് നമ്മൾ പറഞ്ഞു പ്രത്യേകത എന്താണ്? പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും, അതർ എലമെൻറ്റ്സ് 0 ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി എവരി സ്കേലാർ മെട്രിക്സ് ഈസ് ബേസിക്കലി എ ഡയഗണൽ മെട്രിക്സ് ബട്ട് നോട്ട് ദി കൺവേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഒരു നോട്ടാണ് അവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ സ്കേലാർ മെട്രിക്സും എന്തായിരിക്കും? ഒരു ഡയഗണൽ മെട്രിക്സ് ആണെന്ന് പറയാം. എന്താ അപ്പോൾ ഡയഗണൽ മെട്രിക്സ് എന്ന് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്? അതായത് പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ എബവും ബിലോയും എന്ത് വരിക? 0 വരുന്നതാണ് ഡയഗണൽ മെട്രിക്സ് അല്ലേ? അതേസമയം സ്കേലാർ മെട്രിക്സിലും എന്താ വരുന്നത്? പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ എബവും ബിലോയും എന്ത് തന്നെയാണ് വരുന്നത്?
സീറോ തന്നെയാണ് വരുന്നത്. പക്ഷെ എന്തിനാ അവിടെ വ്യത്യാസം? പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. വ്യത്യാസങ്ങൾ ഓരോ എക്സാമ്പിളുകളിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് പറയുന്നത് എന്ത്? യൂണിറ്റ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സ്, ഇറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ഇറ്റ്സ് എലമെൻറ്റ്സ് ഓൺ ദി പ്രിൻസിപ്പൽ ഡയഗണൽ ആർ 1, അതായത് യൂണിറ്റി, ആൻഡ് ഓൾ അതർ എലമെൻറ്റ്സ് ആർ 0. ഓക്കെ. ഇനി ഐഡൻറ്റിറ്റി മെട്രിക്സ് ഈസ് ഡിനോട്ടഡ് ബൈ I, the first letter of identity. If n is the order of the identity matrix, the identity matrix may be denoted by IN എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. യൂണിറ്റ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സിലെ സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. അതായത് യൂണിറ്റ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇനി എന്താണ് മറ്റു പ്രത്യേകത എന്ന് പറയുന്നത്? അതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ. യൂണിറ്റി എന്ന് പറയുന്ന പോലെ തന്നെ അതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഐഡൻറ്റിറ്റി എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള I ആണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സ്കേലാർ മെട്രിക്സും യൂണിറ്റ് മെട്രിക്സും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒന്ന് നോക്കൂ. സ്കേലാർ മെട്രിക്സിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ? അത് ഒന്ന് തന്നെ ആവണമെന്നുണ്ടോ? അത് 1 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? അതായത് സ്കേലാർ മെട്രിക്സിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്? ഫിക്സഡ് ആണെന്ന് പറഞ്ഞു. അത് ചിലപ്പോൾ എന്താവാം? 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, ഏത് വേണമെങ്കിലും ആവാം. പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു സ്കേലാർ മെട്രിക്സിൽ. ഫസ്റ്റത്തെ എക്സാമ്പിളിൽ നമ്മൾ പറയുന്നുണ്ട് 4004 എന്ന് പറയുന്നതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? അതാണ് നമ്മൾ പറയുന്നതായിട്ടുള്ള സ്കേലാർ മെട്രിക്സിൽ പറയുന്നത്. പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിൻ്റെ എബവ് ബിലോ എലമെൻറ്റ്സ് 0 ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി യൂണിറ്റ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സിൽ എന്താ പറയുന്നത്? ഈ പറയുന്ന പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. മനസ്സിലായോ? അതാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതർ എലമെൻറ്റ്സ് ആർ 0. ഇനി നിങ്ങൾ നോക്കൂ ആ എക്സാമ്പിളിൽ ഇതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു എന്താണ്? ഐഡൻറ്റിറ്റി എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ലെറ്റർ I ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് അവിടെ പറയുന്നുണ്ട്. മെട്രിക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? 2x2 മെട്രിക്സ് ആണ് എക്സാമ്പിളിൽ അല്ലേ? 2x2 മെട്രിക്സ് ആയതുകൊണ്ട് നമ്മൾ അതിനെ I2 എന്ന് വിളിച്ചിട്ടാണ് നമ്മൾ മെട്രിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. I2 ഈസ് ഈക്വൽ ടു 1001. അവിടുത്തെ പ്രിൻസിപ്പൽ ഡയഗണൽ കണ്ടു നിങ്ങൾ? 1 ആണ്. എബവും ബിലോയും 0 ആണ്. ഇനി അടുത്ത മെട്രിക്സ് നോക്കൂ. 100010001. അവിടുത്തെ പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. 3x3 മെട്രിക്സ് ആണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത് 1 ആണ്. എബവും ബിലോയും എന്താ വരുന്നത്? 0 തന്നെയാണ് വരുന്നത്. അപ്പോൾ എല്ലാ നോട്ട് നോക്കുക. എവറി യൂണിറ്റ് മെട്രിക്സ് ഈസ് എ ബേസിക്കലി എ സ്കേലാർ മെട്രിക്സ് ബട്ട് നോട്ട് ദി കൺവേഴ്സ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്? എല്ലാ യൂണിറ്റ് മെട്രിക്സും എന്തായിരിക്കും? ബേസിക്കലി എ സ്കേലാർ മെട്രിക്സ്. സ്കേലാർ മെട്രിക്സിനായിട്ട് ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് എന്താ? സ്കേലാർ മെട്രിക്സിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ഇവിടെ എന്താണ്? യൂണിറ്റ് മെട്രിക്സിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും 1 ആയിരിക്കും. മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് പോകേണ്ടതാണ് സീറോ മെട്രിക്സ് ഓർ നൾ മെട്രിക്സ്. നമുക്ക് പേര് തന്നെ കേൾക്കുമ്പോൾ അറിയാം. സീറോ മെട്രിക്സ് എന്ന് പറയുമ്പോൾ അത് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സീറോയിൽ തന്നെയാണ് നമ്മൾ ആ മെട്രിക്സ് എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്. നോക്കുക, അവിടെ കാണിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ മെട്രിക്സ് ഓഫ് എനി ഓർഡർ ഇൻ വിച്ച് ഓൾ ഇറ്റ്സ് എലമെൻറ്റ്സ് ആർ 0. മെട്രിക്സ് ഏത് ഓർഡർ വേണമെങ്കിലും ആവാം. 2x3 ആവാം, 2x2 ആവാം. അതായത് സ്ക്വയർ മെട്രിക്സ് ആവണമെന്നില്ല. നമ്മൾ പറഞ്ഞ പോലെ തന്നെ റോസും കോളംസും എന്താവില്ല? ഈക്വൽ ആവണമെന്നില്ല. പക്ഷേ എന്താണ് സീറോ മെട്രിക്സിൻ്റെ അല്ലെങ്കിൽ നൾ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ എല്ലാ എലമെൻറ്റ്സും എന്തായിരിക്കും? 0 ആയിരിക്കും. അത് എന്തല്ല? ഒരു സ്ക്വയർ മെട്രിക്സ് അല്ല, അതൊരു റെക്റ്റാങ്കുലർ മെട്രിക്സ് ആവാം. അതായത് റോസും കോളംസും എന്താവണമെന്നില്ല? ഈക്വൽ ആവണമെന്നില്ല.
പക്ഷെ അതിൽ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, എലമെൻറ്റ്സ് ഫുള്ളും 0 ആയിരിക്കും. അത് ഡിനോട്ട് ചെയ്യുന്നത് നമ്മളെങ്ങനെയാണ്, 0 ആണ്. എക്സാമ്പിൾ നോക്കുക, 0 ഈസ് മെട്രിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. 0 മെട്രിക്സ് നമ്മളെങ്ങനെയാണ്, ഫുൾ എമൗണ്ടും എലമെൻറ്റും 0 ആണ്. ഓക്കെ, ഇപ്പോൾ അവിടെ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നതിൻ്റെ 2/3 മോഡലാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത 0 മെട്രിക്സ് കാണിച്ചിരിക്കുന്നത് 2/2 0 മെട്രിക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 0 മെട്രിക്സ് നമുക്ക് എന്ത് പറയാം, ഒന്നില്ലെങ്കിൽ റെക്റ്റാങ്കുലർ ആവാം, അല്ലെങ്കിൽ അതെന്താവാം, സ്ക്വയർ ആവാം. നമുക്ക് സ്ക്വയർ മെട്രിക്സ് തന്നെ ആവണം ഒരു 0 മെട്രിക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 0 മെട്രിക്സ് എപ്പോഴും എന്തായിരിക്കാം, ചിലപ്പോൾ റെക്റ്റാങ്കുലർ ആയിരിക്കാം, കോളംസും റോസും ഡിഫറെൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ അത് സ്ക്വയർ ആയിരിക്കാം, അതായത് കോളംസും റോസും ഈക്വൽ ആയിരിക്കാം. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് പറയുന്നത് എന്ത്, റോ മെട്രിക്സ് ആൻഡ് കോളം മെട്രിക്സ്. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും, റോ മെട്രിക്സ് ആൻഡ് കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. നോക്കുക, എ മെട്രിക്സ് വിച്ച് ഈസ് ഹാവിങ് ഓൺലി വൺ റോ ഈസ് കോൾഡ് എ റോ മെട്രിക്സ്, അല്ലെങ്കിൽ എന്തിനെന്തെന്ന് പറയുന്നു, റോ വെക്ടർ എന്ന് പറയുന്നു. മനസ്സിലായോ? അപ്പോൾ റോ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണ്, വൺ റോ, ഓൺലി വൺ റോ ആണ് വെച്ചെങ്കിൽ അതെന്താണ്, റോ മെട്രിക്സ് ആണ്, അല്ലെങ്കിൽ അതിന് റോ വെക്ടർ എന്ന് പറയുന്നു. ഇനി എ മെട്രിക്സ് വിച്ച് ഈസ് ഹാവിങ് ഓൺലി വൺ കോളം, അതായത് ഒരു റോയേ ഉള്ളൂ വെച്ചെങ്കിൽ അതെന്താണ്, റോ മെട്രിക്സ് ആണ്, അല്ലെങ്കിൽ അത് റോ വെക്ടർ ആണ്. ഇനി ഒരു കോളം മാത്രമേ ഉള്ളൂ വെച്ചെങ്കിൽ അതെന്താണ്, കോളം മെട്രിക്സ് ആണ്, അല്ലെങ്കിൽ എന്താണ്, കോളം വെക്ടർ എന്ന് പറയുന്നു. എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന മെട്രിക്സ് എങ്ങനെയാണ്, 0 1 1 0 8 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്. ഇവിടെ എന്തേ ഉള്ളൂ, എലമെൻ്റ് എത്ര എണ്ണം വരുന്നുണ്ട്, 0 1 1 0 8, 5 എലമെൻറ്റ് വരുന്നുണ്ട് ആ മെട്രിക്സിൽ ഇല്ലേ. അപ്പോൾ 5 എലമെൻറ്റ് വരുന്നുണ്ട്, 5 ന്യൂമറിക്കൽ ഫിഗേഴ്സ് അവിടെ കാണിക്കുന്നുണ്ട്. ഇതെന്താണ്, ഒറ്റ സിംഗിൾ റോയേ ഉള്ളൂ അല്ലേ, ഒറ്റ സിംഗിൾ റോയാണ് അവിടെ ഉള്ളൂ. അപ്പോൾ ആ ഒരു മെട്രിക്സ് എന്താണ്, ഈസ് എ റോ മെട്രിക്സ് ഓഫ്, ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, 5 ആണ് അല്ലേ. റോ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉള്ളൂ, സിംഗിളായിട്ട് ഓൺലി വൺ റോയേ ഉള്ളൂ വെച്ചെങ്കിൽ അതാണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ, താഴോട്ട് 0 1 8 1 ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെയാണ്, കോളം മെട്രിക്സ് ആണ്, ഒറ്റ കോളമേ ഉള്ളൂ. അപ്പോൾ അതെന്താണ്, കോളം മെട്രിക്സ് ആണ്. ഒന്നും കൂടി പറയാം, അതായത് ഓൺലി വൺ റോ ആണ് വെച്ചെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു, റോ മെട്രിക്സ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ വൺ കോളമേ ഉള്ളൂ വെച്ചെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് പറയുന്നു, ഓൺലി വൺ കോളമാണ് വെച്ചെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് പറയുന്നു, കോളം മെട്രിക്സ് എന്ന് പറയുന്നു. ഓക്കെ, എക്സാമ്പിൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നോട്ട് നോക്കുക, ദ ഓർഡർ ഓഫ് എ റോ മെട്രിക്സ് ഈസ് ഓൾവേസ് ഇൻ ദി ഫോം 1/n for some n. The order of a column matrix is always in the form of m/1 for some m. അതായത് എന്താ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വൺ റോ ആണെങ്കിൽ റോ മെട്രിക്സും, ഇനി വൺ കോളം ആണ് വെച്ചെങ്കിൽ കോളം മെട്രിക്സ് ആണ് ഈ റോ മെട്രിക്സ് അല്ലെങ്കിൽ കോളം മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. എക്സാമ്പിളുകൾ നോക്കുക കുറച്ച്, അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മൾ നോക്കിയിട്ടുള്ളതായിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സിനെ കുറച്ച് എക്സാമ്പിളുകളാണ് പറയുന്നത്. ഈ എക്സാമ്പിളുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കുക എക്സാമ്പിൾ. ഫസ്റ്റത്തെ എക്സാമ്പിൾ പറയുന്നത് എന്താണ് മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്, 2/4 മെട്രിക്സ് ആണ് ഫസ്റ്റത്തെ എക്സാമ്പിൾ പറയുന്നത്. 6 1 0 8 2 0 -1 0.5 ഈസ് എ റെക്റ്റാങ്കുലർ മെട്രിക്സ് ആണോ? ആദ്യത്തെ മെട്രിക്സ് നിങ്ങൾ എക്സാമ്പിൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കത് റെക്റ്റാങ്കുലർ മെട്രിക്സ് ആണെന്ന് പറയാം. എന്താ റെക്റ്റാങ്കുലർ മെട്രിക്സിൻ്റെ പ്രത്യേകത? നമ്മളിപ്പോൾ പഠിച്ച പോർഷനെ ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യുകയാണ് ഈ എക്സാമ്പിൾ കൊണ്ട് വെച്ചിട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താ റെക്റ്റാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്, അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2/4 ആണ്. അതായത് എന്താണ്, കോളംസും റോസും എന്തല്ല, ഈക്വൽ അല്ല. അപ്പോൾ അത്തരത്തിലുള്ള മെട്രിക്സ് ആണ് എന്തെന്ന് പറയുന്നത്, റെക്റ്റാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ, മെട്രിക്സ് 6 1 7 9 ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2 ആൻഡ് ഇറ്റ് ഈസ് ട്രേസ് 6 + 9 = 15. നോക്കുക, അവിടെ രണ്ടും കാണിച്ചിട്ടുണ്ട്. എന്താ അവിടെ കാണിച്ചിരിക്കുന്നത്, ട്രേസ് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ട്രേസ്, അതായത് പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ ട്രേസ് അവിടെ പറഞ്ഞിട്ടുണ്ട്.
അതായത് രണ്ടാമത്തെ എക്സാമ്പിൾ പ്രകാരം അതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് പറയുന്നത്, അതിൻ്റെ കോളംസും റോസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, 2x2 മെട്രിക്സ് ആണ് രണ്ടാമത്തെ മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ്. ഇനി അതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ നമ്മൾ പറഞ്ഞു. പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മളെങ്ങനെയാണ്, ട്രേസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന രണ്ടാമത്തെ സ്ക്വയർ മെട്രിക്സിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്രയാ, 6+9 ആണ്. അപ്പോൾ അത് എന്താണെന്ന് നമ്മളതിനെ പറയുക, ട്രേസ് ഈസ് ഈക്വൽ ടു 6+9 ഈസ് ഈക്വൽ ടു 15. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ മെട്രിക്സിന് എക്സാമ്പിൾ നോക്കുക. മൂന്നാമത്തെ മെട്രിക്സ് എന്ന് പറയുന്നത് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ലോവർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അതായത് ഇതൊരു ടൈപ്പ് ഓഫ് സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, റോസും കോളംസും ഈക്വൽ ആവണം. ഇവിടെ ഈക്വൽ ആണോ? അതെ, 4 കോളംസും 4 റോസും ഉണ്ട്. അപ്പോൾ അതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇനി ലോവർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താ, എവിടെയായിരിക്കും നമ്മൾ 0 പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പ്രിൻസിപ്പൽ ഡയഗണലായിട്ടുള്ള എലമെൻസിൻ്റെ എബവ് 0 വരുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. ഇവിടെ ഏതൊക്കെയാണ് പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത്, 6, 1, 5, 7 ഇതാണ് എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ എബവ് 0 ആണോ വരുന്നത്, ഫുൾ എലമെൻറ്റും 0 ആണോ വരുന്നത്, 0 ആണ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മെട്രിക്സ് ആണ് എന്തെന്ന് പറയുന്നത്, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, 4x4. ഇനി നെക്സ്റ്റ് മെട്രിക്സ് നമ്മൾ നോക്കുക. നെക്സ്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഡയഗണൽ മെട്രിക്സിന് എക്സാമ്പിളാണ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്, ഡയഗണൽ മെട്രിക്സ് എപ്പോഴും എന്തായിരിക്കും നമ്മൾ പറഞ്ഞു, ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ടൈപ്പ് ഓഫ് സ്ക്വയർ മെട്രിക്സ് ആണ്. ഇനി എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ എബവും ബിലോയും നമ്മൾക്ക് എന്ത് വരും, 0 വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഒരു ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വാല്യൂസ്, 7, 6, 5. ഇനി അതിൻ്റെ എബവും ബിലോയും 0 ആണോ വരുന്നത്, നിങ്ങൾ നോക്കൂ, ബിലോയും എബവും നമുക്ക് എന്താ വരുന്നത്, 0. പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്ന 7, 6, 5ൻ്റെ എബവും ബിലോയും എന്താ വരുന്ന എലമെൻറ്റ്സ്, 0 വരുന്നത്. അതുകൊണ്ട് അത് ഡയഗണൽ മെട്രിക്സ് ആണ്. ഓർഡർ എന്ന് പറയുന്നത് 3x3 മെട്രിക്സ് ആണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്, ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഈ എക്സാമ്പിളിൽ അപ്പോൾ നമ്മൾ റെക്റ്റാങ്കുലർ മെട്രിക്സ് പഠിച്ചു, സ്ക്വയർ മെട്രിക്സ് അതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ ട്രേസ് നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് നമ്മൾ നോക്കി, ഡയഗണൽ മെട്രിക്സ് നമ്മൾ നോക്കി. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ പറയുന്നതാണ് സ്കേലാർ മെട്രിക്സ്. എന്താ സ്കേലാർ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവിടുത്തെ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്തായിരിക്കും, നമ്മൾ പറഞ്ഞു എന്താണ്, ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, സ്കേലാർ മെട്രിക്സിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. ബാക്കിയുള്ള എലമെൻറ്റ്സ് എബവ് ബിലോ, പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ എബവ് ആൻഡ് ബിലോ വരുന്നതായിട്ടുള്ള എലമെൻറ്റുകൾ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ സ്കേലാർ മെട്രിക്സിൻ്റെ ഓർഡർ നോക്കൂ, 7, 0, 0, 0, 7, 0, 0, 0, 7. അതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത് ഏതാണ്, 7 ആണ്, ഫിക്സഡ് ആണ് അല്ലേ, 3ലും 7 നമുക്ക് വരുന്നുണ്ട്. ഇനി അതിൻ്റെ എബവ് ആൻഡ് ബിലോ വരുന്നതായിട്ടുള്ള എലമെൻറ്റ്സ് എന്താ വരുന്നത്, 0 ആണ്. ഇറ്റ് ഈസ് എ സ്കേലാർ മെട്രിക്സ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് I4, അതായത് എന്താണ്, ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, പ്രിൻസിപ്പൽ ഡയഗണൽ വാല്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. യൂണിറ്റി ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ പ്രത്യേകതയാണ് പ്രിൻസിപ്പൽ ഡയഗണൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എങ്ങനെയാണ്, 4x4 മെട്രിക്സ് ആണ്. അപ്പോൾ അതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. 4 കോളംസും 4 റോസും ഉള്ള ഒരു 4x4 മെട്രിക്സ് ആണ്. ഇനി അതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. അതായത് യൂണിറ്റി ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും. ബാക്കി വരുന്നതായിട്ട് എബവ് ബിലോ വരുന്നതായിട്ടുള്ള എലമെൻറ്റ്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി നെക്സ്റ്റ് മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത് സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ് എന്തായിരിക്കാം, നമുക്ക് പറയാൻ പറ്റുമോ, സീറോ മെട്രിക്സ് നമുക്ക് സ്ക്വയർ മെട്രിക്സ് ആവണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ, ഇല്ല. സീറോ മെട്രിക്സ് എപ്പോഴും എന്തായിരിക്കാം, ഇനി ഏത് വേണമെങ്കിലും ആയിരിക്കാം. അതായത് ഒന്നില്ലെങ്കിൽ എന്തായിരിക്കാം,
റെക്റ്റാങ്കുലർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് 2/4 ആണ്. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ മെട്രിക്സ് ആണ്. ഒരിക്കലും അതെന്തല്ല, ഒരു സ്ക്വയർ മെട്രിക്സ് അല്ല. സീറോ മെട്രിക്സ് എന്ത് വേണമെങ്കിലും ആവാം, റെക്റ്റാങ്കുലറും ആവാം, സ്ക്വയറും വേണമെങ്കിൽ ആവാം. ഇനി നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് എ റോ മെട്രിക്സ്. റോ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓൺലി 1 റോയേ ഉള്ളൂ വെച്ചെങ്കിൽ അതെന്താണ്, റോ മെട്രിക്സ് ആണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് 1 റോ ഉള്ളൂ, 1/3 മെട്രിക്സ്. ഇനി കോളം മെട്രിക്സ് എങ്ങനെയാണ്, ഓൺലി 1 കോളംസ് ഉള്ളൂ വെച്ചെങ്കിൽ എങ്ങനെയാണ് വരിക, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. 2/1 1 കോളമുള്ള ഒരു മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് നമ്മൾ പഠിച്ചത്. ടൈപ്പ് ഓഫ് മെട്രിക്സ് എക്സാമ്പിളുകൾ നിങ്ങൾ നോക്കി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റും ഏത് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് എന്നുള്ളത്. ഇതിൽ ഒരുവിധം എല്ലാം ഒരുവിധം എല്ലാം നമുക്ക് എന്താണ്, സ്ക്വയർ മെട്രിക്സിൽ വരുന്നതാണ്. കുറച്ച് മെട്രിക്സ് മാത്രമേ ഉള്ളൂ എന്തിൽ വരുന്നുള്ളൂ, നമുക്ക് റെക്റ്റാങ്കുലറിൽ വരുന്നുള്ളൂ. ബാക്കി എല്ലാ മെട്രിക്സും എന്താണ്, സ്ക്വയർ മെട്രിക്സിലാണ് വരുന്നത്. സ്ക്വയർ മെട്രിക്സിലെ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള എല്ലാ മെട്രിക്സും വരുന്നത്. ഒന്നില്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്താവാം, ഫിക്സഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ് എന്തായിരിക്കാം, 1 ആയിരിക്കാം, ബാക്കി എല്ലാ എലമെൻസുകളും 0 ആയിരിക്കാം. അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ എബവ് 0 ആയിരിക്കാം, ബിലോ 0 ആയിരിക്കാം. അത്തരത്തിലുള്ള സ്ക്വയർ മെട്രിക്സിലും പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻസിന് നോക്കിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ ടൈപ്പ് ഓഫ് മെട്രിക്സും നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾക്കുള്ള ഒരു ഭാഗമാണ് ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നുണ്ട്. ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അവിടെ ഈക്വൽ ആക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവിടെ വരുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. 2 മെട്രിക്സസ് എ ആൻഡ് ബി ആർ സാഡ് ടു ബി ഈക്വൽ. 2 മെട്രിക്സ് എ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മെട്രിക്സും വേറൊരു പോർഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത് അവിടെ 2 മെട്രിക്സ് ഉണ്ടായിരിക്കും, എ മെട്രിക്സും ബി മെട്രിക്സും. ഇവ രണ്ടും എങ്ങനെയാണ് പറയുന്നത്, സാഡ് ടു ബി ഈക്വൽ. ഇവ രണ്ടും ഈക്വൽ ആവുക. ഇവ രണ്ടും ഈക്വൽ ആവണമെങ്കിൽ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 2 കണ്ടീഷൻസ് ഉണ്ട്. 2 കണ്ടീഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കാം, അതിൻ്റെ ഓർഡർ സെയിം ആയിരിക്കാം. ഓക്കെ, എ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മെട്രിക്സും ഉണ്ട്, ബി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മെട്രിക്സും ഉണ്ട്. ഈ 2 മെട്രിക്സും നമുക്ക് ഈക്വൽ ആക്കുക, അതാണ് ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇത് ഈക്വൽ ആക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുള്ളത് 2 കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, സെയിം ഓർഡർ. സെയിം ഓർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം എന്തായിരിക്കണം, അതായത് 2/2 മെട്രിക്സ് ആണ് എന്നുണ്ടെങ്കിൽ, എ എന്ന് പറയുന്ന മെട്രിക്സ് 2/2 മെട്രിക്സ് ആണെങ്കിൽ ബി എന്ന് പറയുന്ന മെട്രിക്സും എന്തായിരിക്കണം, 2/2 മെട്രിക്സ് ആയിരിക്കണം. മനസ്സിലായോ? എ എന്ന് പറയുന്നതായിട്ടുള്ള മെട്രിക്സിനെ 2 കോളംസും 2 റോസും ആണ് വെച്ചെങ്കിൽ ബി എന്ന് പറയുന്നതായിട്ടുള്ള മെട്രിക്സിന് എന്തായിരിക്കണം, 2 കോളംസും 2 റോസും ആയിരിക്കണം. അപ്പോൾ സെയിം ഓർഡർ ആയിരിക്കണം. അതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, their corresponding elements are the same. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്തായിരിക്കണം, ഈച്ച് മെട്രിക്സിനും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. 2 മെട്രിക്സ് ഉണ്ടെങ്കിൽ 2 മെട്രിക്സിൻ്റെയും കറസ്പോണ്ടിങ് വാല്യൂസ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അത്തരത്തിലുള്ള 2 കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യുവാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ് അല്ലെങ്കിൽ ഈക്വൽ മെട്രിക്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഒന്നും കൂടി ഞാൻ പറയാം. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സും ഉണ്ട്, ബി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മെട്രിക്സും ഉണ്ട്. ഈ 2 മെട്രിക്സും ഈക്വൽ ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് എ ഇസ് ഈക്വൽ ടു ബി ഐ നമ്മൾ പറയും. എങ്ങനെയാണ് നമ്മൾ അതിനെ റീഡ് ചെയ്യുക എന്ന് പറയുന്നത് എ ഈക്വൽ ടു ബി എന്നാ പറയുക. ഈക്വൽ മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് നമ്മൾ റീഡ് ചെയ്യുക എന്താണ്, എ ഈക്വൽ ബി എന്ന നമ്മൾ, അല്ലെങ്കിൽ പി ഈക്വൽ ക്യൂ. 2 മെട്രിക്സ് ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ് മെട്രിക്സിൻ്റെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപിറ്റൽ ലെറ്ററിലാണ് മെട്രിക്സ് നമ്മൾ ഡിനോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എ ബി ആണ് വെച്ചെങ്കിൽ നമ്മൾ എന്ത് പറയും, ഈക്വൽ മെട്രിക്സ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പറയുക, അത് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, എ ഈക്വൽ ബി എന്നാൽ നമ്മൾ റീഡ് ചെയ്യുക. അല്ലെങ്കിൽ പി ക്യൂ എന്ന് പറയുന്ന 2 മെട്രിക്സ് ആണ് ഈക്വൽ എങ്കിൽ പി ഈക്വൽ ക്യൂ എന്നാ പറയുക. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള 2 മെട്രിക്സ് ഈക്വൽ ആവണമെങ്കിൽ നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുള്ള 2 കണ്ടീഷനാണുള്ളത്. ഒന്ന് എന്തായിരിക്കണം, സെയിം ഓർഡർ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് പോവാം.
എക്സാമ്പിൾ പറയുന്നത് ഇങ്ങനെയാണ്, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി സോ ദാറ്റ് എ ഇസ് ഈക്വൽ ടു ബി. ഓക്കെ, അവിടെ രണ്ട് മെട്രിക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ രണ്ട് മെട്രിക്സിലും രണ്ട് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്കത് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റുക? അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കുക, എ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് എടുക്കാം. എ മെട്രിക്സിൻ്റെ വാല്യൂസ് എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കുക, എ ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നത് മെട്രിക്സിൻ്റെ വാല്യൂസ് ആണ് പറയുന്നത്. 2a1 b03. ഓക്കെ, എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ വാല്യൂസ് ആണ് പറയുന്നത് 2a1 b03. ഇനി ബി എന്ന് പറയുന്നതായിട്ടുള്ള മെട്രിക്സിൻ്റെ വാല്യൂസ് ആണ് പറയുന്നത് 2 4 1 2a + 5 0 a - 1. അപ്പോൾ രണ്ട് മെട്രിക്സിൻ്റെയും ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഈക്വൽ മെട്രിക്സ് ആണെങ്കിൽ, രണ്ട് മെട്രിക്സും ഈക്വൽ ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള കണ്ടീഷൻ എന്താണ്? ഇതിൻ്റെ ഓർഡർ സെയിം ആണോ എന്ന് നോക്കണം, അല്ലേ? അപ്പോൾ ഓർഡർ സെയിം ആണോ എന്ന് നോക്കണമെങ്കിൽ ഫസ്റ്റത്തെ മെട്രിക്സിൻ്റെ ഓർഡർ എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റത്തെ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? 2/3 മെട്രിക്സ് ആണ്. ഫസ്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? 2/3 മെട്രിക്സ് ആണ്. റീഡ് ചെയ്യുന്നത് 2/3 മെട്രിക്സ് ആണ്, അല്ലേ? 2 റോസും 3 കോളംസും 2/3 മെട്രിക്സ്. ഇനി സെക്കൻഡ് മെട്രിക്സ് ബി മെട്രിക്സിൻ്റെ ഓർഡർ എങ്ങനെയാണ് വരുന്നത്? 2/3 മെട്രിക്സ് തന്നെയാണ് വരുന്നത്. 2 റോസ് ആൻഡ് 3 കോളംസ്. അപ്പോൾ രണ്ട് മെട്രിക്സിൻ്റെയും ഓർഡർ എന്ന് പറയുന്നത് സെയിം ആണ്. വ്യക്തമായല്ലോ? ഫസ്റ്റത്തെ ഈക്വൽ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് മെട്രിക്സും ഈക്വൽ ആവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ രണ്ട് മെട്രിക്സിൻ്റെയും ഓർഡർ സെയിം ആയിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള രണ്ട് മെട്രിക്സിൻ്റെയും ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, 2 റോസും 3 കോളംസും ഉള്ള 2/3 മെട്രിക്സ് ആണ് രണ്ട് മെട്രിക്സും. എ മെട്രിക്സും ബി മെട്രിക്സും ഈക്വൽ ആണ്, സെയിം ഓർഡർ ആണ്. ഫസ്റ്റ് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തു. ഇനി നെക്സ്റ്റ് പറയുന്ന കണ്ടീഷൻ എന്താണ്? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആർ സെയിം. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആർ സെയിം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? രണ്ട് മെട്രിക്സിൻ്റെയും എലമെൻറ്റ്സുകൾ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ട് മെട്രിക്സിൻ്റെയും എലമെൻറ്റ്സ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പം നമുക്ക് നോക്കാം, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? സെയിം ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. ഏതൊക്കെയാണ് രണ്ട് വാല്യൂസ് എന്ന് പറയുന്നത്? എ വാല്യൂസും കണ്ടുപിടിക്കാനുണ്ട്, ബി വാല്യൂസും കണ്ടുപിടിക്കാനുണ്ട്. എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ മെട്രിക്സ് നമുക്ക് ഈക്വൽ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ നമ്മൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. എന്താണ്? സെയിം ഓർഡർ ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? ഇതിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നോക്കുക, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് നമ്മൾ നോക്കാം. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഓഫ് എ ആൻഡ് ബി സൊല്യൂഷൻ ആണ് പറയുന്നത്. എ മെട്രിക്സിലെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? ഫസ്റ്റത്തെ എ എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ എടുക്കുക. ഫസ്റ്റത്തെ എ എന്ന് പറയുന്ന മെട്രിക്സിൽ നമ്മൾക്ക് ആദ്യം എ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. സ്മോൾ ലെറ്റർ എയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ആ എ എന്ന് പറയുന്ന മെട്രിക്സിൽ 2a സ്മോൾ ലെറ്റർ എ കാണുന്നില്ലേ? അപ്പോൾ ആ എ എന്ന് പറയുന്ന വാല്യൂ എ എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മൾ എടുത്തു. എ ഈസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന മെട്രിക്സിലെ സെയിം എലമെൻറ്റിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ ആ നമ്പർ എത്രയാണെന്ന് നോക്കുക, ഫിഗർ എത്രയാണെന്ന് നോക്കുക. അപ്പോൾ ഫസ്റ്റത്തെ മെട്രിക്സിലെ എ എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന മെട്രിക്സിലെ അവിടെ എത്രയാണ് ഫിഗർ കിടക്കുന്നത്? 4 ആണ് കിടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എ ഈസ് ഈക്വൽ ടു 4 എന്ന് എഴുതി. എ എന്ന് പറയുന്ന മെട്രിക്സിൽ നിന്ന് നമ്മളെടുത്ത എ എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ സെക്കൻഡ് ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് നമ്മളെടുത്തു 4. അപ്പം നമുക്ക് എന്ത് കിട്ടി? എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ, എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ വാല്യൂ അപ്പോൾ എത്രയാണ്? 4 ആണ്, അല്ലേ? ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ബി എന്ന് പറയുന്നതായിട്ടുള്ള മെട്രിക്സിൻ്റെ വാല്യൂ. ഫസ്റ്റത്തെ എ എന്ന് പറയുന്നതായിട്ടുള്ള മെട്രിക്സിൻ്റെ വാല്യൂ മെട്രിക്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 4 1 മെട്രിക്സിൻ്റെ ഓർഡർ നിങ്ങൾ നോക്കുക.
എ ഇസ് ഈക്വൽ ടു 2. നമ്മൾ സ്മോൾ ലെറ്റർ എയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, ആ എലമെൻറ്റ് കണ്ടുപിടിച്ചു. എത്രയാ? 4 1. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ അവിടെ എന്ത് കണ്ടുപിടിക്കണം? ബി കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കണമെങ്കിൽ ബി ഈസ് ഈക്വൽ ടു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബി മെട്രിക്സിൻ്റെ വാല്യൂ എടുക്കുക. കറസ്പോണ്ട് ആയിട്ടുള്ള ബി മെട്രിക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? 2a + 5. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ബി ഈസ് ഈക്വൽ ടു 2a + 5 അതുപോലെ നമ്മൾ എടുത്തെഴുതി. റെഡിങ്കിൽ എഴുതിയിട്ടുള്ള ഇത് നോക്കുക, ഇക്വേഷൻസ് നോക്കുക. ബി എന്ന വാല്യൂ എടുത്തു. ബി ഈസ് ഈക്വൽ ടു ബി മെട്രിക്സിലെ കറസ്പോണ്ടിങ് വാല്യൂ നമ്മൾ എടുത്തു. ബി മെട്രിക്സിലെ കറസ്പോണ്ടിങ് വാല്യൂസിൽ എന്താ അവിടെ പറയുന്നത്? 2a + 5 കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് 2a എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് ഇല്ലേ? എ എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? 4 ആണ്. അപ്പോൾ 2 × 4 + 5 = 13. അപ്പോൾ ബി എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടിയോ? ഒന്നും കൂടി പറയാം. ബി സ്മോൾ ലെറ്റർ ബി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം എ മെട്രിക്സിലെ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ മെട്രിക്സിൽ നിന്ന് ബി എന്ന് പറയുന്ന വാല്യൂ എടുത്തെഴുതി. ബി ഈസ് ഈക്വൽ ടു, ഇനി ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറയുന്ന മെട്രിക്സിലെ ബിയുടെ ശരിക്കുള്ള എലമെൻ്റ് ഏതാ വരുന്നത്? 2a + 5. അപ്പോൾ 2a + 5നെ നമുക്ക് എന്ത് ചെയ്തു? എ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്നത് എന്താണ്? വാല്യൂ 4 ആണ്. അപ്പോൾ 2 × 4 + 5 = 13. അപ്പോൾ ബിയുടെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? 13 എന്ന് കിട്ടി ഇല്ലേ? അപ്പോൾ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഫസ്റ്റത്തെ മെട്രിക്സിനെ നമുക്ക് ഫുൾഫില്ല് ചെയ്തു. എലമെൻറ്റ്സ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. ഫസ്റ്റത്തെ മെട്രിക്സിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് കിട്ടി? എ മെട്രിക്സ് ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? 2 4 1 13 0 3. നിങ്ങൾക്ക് അവിടെ റൗണ്ട് ഇട്ടിട്ട് കാണുന്നുണ്ടായിരിക്കും. എയുടെ വാല്യൂ 4, ബിയുടെ വാല്യൂ 13 എ മെട്രിക്സിൽ. ഇനി ബി മെട്രിക്സിൽ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഏതാണ്? ഒരു a-1 എന്ന് പറയുന്നുണ്ട് ഇല്ലേ? a-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ വാല്യൂ എത്രയാണ്? a-1 = 3 ആണ് അല്ലേ? ബിയിലെ a-1 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ അതേ സ്ഥാനത്ത് എ മെട്രിക്സിൽ കിടക്കുന്നത് എത്രയാ? 3 ആണ്. അപ്പോൾ a-1 = 3. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ്? എയുടെ വാല്യൂ എത്രയാ? 4 4 - 1 അപ്പോൾ = 3. അപ്പം നമുക്ക് ബി മെട്രിക്സിലെ a-1ൻ്റെ വാല്യൂയും കിട്ടി. എത്രയാ? 3. ഇനി നിങ്ങൾ നോക്കൂ, രണ്ട് മെട്രിക്സും നമ്മൾ സൊല്യൂഷൻ കിട്ടിയതിന് ശേഷം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വീണ്ടും എഴുതിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ നോക്കൂ, ക്യാപിറ്റൽ ലെറ്റർ a = 2. നമ്മൾ കണ്ടുപിടിച്ച എലമെൻ്റാണ് റൗണ്ട് ചെയ്തിട്ടിരിക്കുന്നത്. എത്രയാ? 4 1. പിന്നെ നമ്മൾ കണ്ടുപിടിച്ച ബിയുടെ വാല്യൂ എത്രയാ? 13 0 3 എ മെട്രിക്സിൻ്റെ വാല്യൂ. ഇനി അതേപോലെ തന്നെ ബി മെട്രിക്സിൻ്റെ വാല്യൂ നിങ്ങൾ നോക്കൂ. 2 4 1 കണ്ടുപിടിച്ചത് നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ചത്? 13 0. പിന്നെ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ എന്ന് പറയുന്നത് 3. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ രണ്ട് മെട്രിക്സിൻ്റെയും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വലായിട്ട് കിട്ടിയോ? ഈക്വലായില്ലേ? അപ്പോൾ ഇത്തരത്തിൽ രണ്ട് കണ്ടീഷനും ഈ മെട്രിക്സ് ഫുൾഫില്ല് ചെയ്തിട്ടുണ്ട്. ഓർഡർ സെയിം ആണ്, കറസ്പോണ്ടിങ് എലമെൻറ്റ്സും നമുക്ക് എന്ത് കിട്ടി? ഈക്വലായിട്ട് കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ എ ബി മെട്രിക്സ് എന്താണ്? ഈക്വലാണ്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു ബി. രണ്ട് മെട്രിക്സ് എന്താണ്? ഈക്വലാണ്. ഇതാണ് ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. സെയിം ഓർഡറാണ്, കറസ്പോണ്ടിങ് എലമെൻറ്റ്സും നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ഇക്വേഷൻ കൊടുത്ത് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കറസ്പോണ്ടിങ് എലമെൻറ്റ്സും നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടി. ഓക്കെ. അപ്പോൾ റിക്വയർഡ് വാല്യൂ ഓഫ് എ ആൻഡ് ബി ആർ എന്ന് പറയുന്നത് എത്രയാണ്? എയുടെ വാല്യൂ നമുക്ക് 4 എന്ന് കിട്ടി. ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടി? 13 നമുക്ക് കിട്ടി. ഓക്കെ. അപ്പോൾ രണ്ട് കണ്ടീഷൻ ഇക്വാലിറ്റി ഓഫ് മെട്രിക്സിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? രണ്ട് കണ്ടീഷനാണ് അവിടെ ഫുൾഫിൽ ചെയ്യേണ്ടത്. എന്താണ്? ഈച്ച് മെട്രിക്സും നമുക്ക് എന്തായിരിക്കണം? സെയിം ഓർഡർ ആയിരിക്കണം. അതായത് റോസും കോളംസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്തായിരിക്കണം? രണ്ട് മെട്രിക്സിൻ്റെയും ഈക്വൽ ആയിരിക്കണം. അപ്പം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരും. ഈക്വാലിറ്റി ഓഫ് മെട്രിക്സിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി തരുമ്പോൾ രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഓർഡർ ചിലപ്പോൾ സെയിം ആയിരിക്കാം. പക്ഷെ അതേസമയം നിങ്ങൾക്ക് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്താവണമെന്നില്ല, ചിലപ്പോൾ സെയിം ആയിട്ട് കിട്ടില്ല. അത്തരത്തിലുള്ള മെട്രിക്സ് നമുക്ക് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താണത്? ആ രണ്ട് മെട്രിക്സ് തമ്മിൽ നോട്ട് ഈക്വൽ ആ വരിക.
ഈ 2 കണ്ടീഷനും ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് എന്ത് വരുള്ളൂ, നമുക്ക് അത് ഈക്വൽ ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. 2 മെട്രിക്സും ഈക്വൽ ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതാണ് ഇക്വാളിറ്റി ഓഫ് മെട്രിക്സിൽ വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് തരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അത് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ഇക്വാളിറ്റി ആണോ എന്നുള്ളത് നിങ്ങൾ ഈ കണ്ടീഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം മനസ്സിലാവും. വർക്കൗട്ട് ചെയ്യുമ്പോൾ 2 മെട്രിക്സിൻ്റെയും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആണോ, അല്ലെങ്കിൽ 2 മെട്രിക്സിൻ്റെയും ഓർഡർ ഈക്വൽ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചത്. എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ്, അതുപോലെ തന്നെ മെട്രിക്സുകൾ നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഈ ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ്, ഈ ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സാമ്പിൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ്, അതായത് 2 മെട്രിക്സ് നമ്മൾക്ക് എങ്ങനെയാണ് ഈക്വൽ ആണ് എന്നത് മനസ്സിലാക്കാനായിട്ട് പറ്റുക. അതിൻ്റെ 2 കണ്ടീഷനാണ് ഫുൾഫിൽ ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, സെയിം ഓർഡർ ആയിരിക്കണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, 2ൻ്റെയും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിനെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.